എന്നാലും ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾക്ക് മേൽ അതിശക്തമായിട്ടുള്ള GBU-57 എന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ വിഷ്വൽസ് പുറത്തു വരുന്നുണ്ട്. അത് B-2 സ്റ്റെൽത്ത് ബോംബറുകളിൽ പ്രേത വിമാനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. റഡാറിനെ വെട്ടിച്ച് കാണാൻ പറ്റാത്ത രീതിയിൽ വരുന്നതുകൊണ്ടാണ് അവന് പ്രേത വിമാനങ്ങൾ എന്ന് പറയുന്നത്. ആ വിമാനങ്ങൾ 6 വിമാനങ്ങളാണ് ഇറാൻ അതിർത്തി കടന്നു വന്ന് 3 ആണവ കേന്ദ്രങ്ങളെ കൃത്യമായി ലക്ഷ്യം വെച്ച് ബോംബുകൾ ഉതിർത്തത്. എന്തായാലും ഇറാൻ ഇപ്പോൾ പറയുന്നത് ഈ ആണവ കേന്ദ്രങ്ങളിലെ അമേരിക്കൻ ആക്രമണത്തിൽ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല, ആണവ വികിരണം ഉണ്ടായിട്ടില്ല, റേഡിയേഷൻ ഉണ്ടായിട്ടില്ല, ആണവ ചോർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്, ഈ മൂന്ന് ആണവ കേന്ദ്രങ്ങൾക്ക് അടുത്തുള്ള ആയിരക്കണക്കിന് ആൾക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറാന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയേണ്ടത് അവിടെ വരുന്ന 8,80,00,000 വരുന്ന ഇറാൻ ജനതയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം നൽകാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടേ കാണുകയും പറ്റുള്ളൂ. അതിനിടയിൽ ഇറാൻ്റെ അതിശക്തമായിട്ടുള്ള പ്രതികരണം വരുന്നത് ഇറാൻ തിരിച്ചടിക്കും എവിടെയൊക്കെ എന്നുള്ളതിനെക്കുറിച്ച് കയാൻ ന്യൂസിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് വഴിയാണ് ആദ്യ പ്രതികരണം പുറത്തു വന്നത്. ആയത്തുള്ള ഖമനി ഒളിവിലിരുന്ന് തൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഈ എഡിറ്റർ ഇൻ ചീഫിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അതിൻ്റെ തുടക്കമായി ബഹ്റിനിലെ അമേരിക്കയുടെ നാവൽ ഫ്ലീറ്റിന് നേരെ ആദ്യം ആക്രമിക്കണം, പിന്നെ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കണം, അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും ബ്രിട്ടൻ്റെയും കപ്പലുകൾ തടയണം, അത് കടത്തിവിടരുത്. ആ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു കേന്ദ്രങ്ങൾ, അത് ഇറാഖിലെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളെയും അമേരിക്കയുടെ സേനാ താവളങ്ങൾക്ക് മേൽ ആക്രമണം നടത്തണം, അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള എന്ത് കണ്ടാലും ആക്രമിച്ചോളൂ എന്നുള്ള ഒരു പ്രതികരണമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതേസമയം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ഇത് ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു, ഇനി സമാധാനം ഉണ്ടാക്കേണ്ടത് ഇറാൻ്റെ കടമയാണ്, ആക്രമിച്ച് ഒരു പരുവാക്കിയിട്ട് നിങ്ങൾ തന്നെ സമാധാനം ഉണ്ടാക്കിക്കൊള്ളൂ എന്നാണ് ട്രംപ് പറയുന്നത്. ഇനി ആക്രമിക്കാൻ തുനിഞ്ഞാൽ ഇതിനേക്കാൾ മാരകമായിരിക്കും തിരിച്ചടി എന്നുകൂടി ട്രംപ് പറയുന്നു. അപ്പോൾ ആ തരത്തിൽ ഉള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.